ബോളിവുഡിലെ വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങളെയും പേജ് 3 ഗോസിപ്പ് കോളങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ഒരു വാർത്തയായിരുന്നു പ്രമുഖ സുഗന്ധ വ്യഞ്ജന ബ്രാൻഡായ നിലപറ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ബിജു കണ്ണൻ നേരിട്ട കറുത്ത നാളുകൾ. പണവും പ്രശസ്തിയുമുള്ള ബിസിനസ് പ്രമുഖരെ തങ്ങളുടെ സൗന്ദര്യ നിലയത്തിൽ വീഴ്ത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു ഹൈടെക് മാഫിയയുടെ കഥയാണിത്. ഈ ശൃംഖലയുടെ തലപ്പത്തിരുന്ന സീമ എന്ന സ്ത്രീയും അവരുടെ സംഘവും നടത്തിയ ആസൂത്രിത ചതിയുടെ ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിയുമ്പോൾ അത് ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതായിരുന്നു. നാളുകൾ പിന്നിടുമ്പോഴും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഹണി ട്രാപ്പിന്റെ യഥാർത്ഥ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. തൃശൂർ പരിയാരം സ്വദേശിനിയായ സീമ സോഷ്യൽ മീഡിയ വഴിയാണ് ബിജു കണ്ണനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. പണക്കാരങ്ങളായ ഇരകളെ കണ്ടെത്താൻ ഇവർക്ക് ഒരു പ്രത്യേക വൈഭവമുണ്ട്. ആ സൗഹൃദം വളർന്ന് ഒടുവിൽ നെടുമ്പാശ്ശേരിയിലെ ഒരു പ്രമുഖ ആഡംബര ഹോട്ടലിൽ ഒരു കൂടിക്കാഴ്ചയെ കലാശിച്ചു. കേവലം 45 മിനിറ്റുകൾ മാത്രമാണ് അവർ അവിടെ ചിലവഴിച്ചതെങ്കിലും സീമയും സംഘവും അവിടെ തങ്ങളുടെ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് ബിജു കണ്ണന്റെ ഫോണിലേക്ക് ആ സന്ദേശം എത്തുന്നത്. ആഡംബര ഹോട്ടലിലെ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ചോദിക്കുന്ന പണം നൽകിയില്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട് കുടുംബത്തെയും ബിസിനസിനെയും തകർക്കുമെന്നായിരുന്നു ഭീഷണി. കേവലം ഭീഷണിയിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. ഇതിനോടകം തന്നെ 49ഓളം ലക്ഷം രൂപ ബിജു കർണലിൽ നിന്ന് ഇവർ തട്ടിയെടുത്തിരുന്നു. ഇത്രയും വലിയ തുക കിട്ടിയിട്ടും സീമയുടെ ആർത്തി അടങ്ങിയില്ല. കേസിന് കൂടുതൽ ബലം നൽകാൻ താൻ ഗർഭിണിയാണെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ ഈ അരി മുതലാളിയാണെന്നുമുള്ള പുതിയ ഒരു നാടകവുമായി അവർ രംഗത്തെത്തി. ഇതിനായി അജീർ ഹുസൈൻ എന്ന കൂട്ടാളിയുമായി ചേർന്ന് സീമ വലിയ ഒരു ഗൂഢാലോചന തന്നെയാണ് നടത്തിയത്. കൊച്ചി മുതൽ തൃശൂർ വരെ നീളുന്ന വലിയ ഒരു പെൺ വാണിഭ ബ്ലാക്ക് മെയിലിംഗ് റാക്കറ്റിന്റെ സൂത്രധാരിയാണ് ഈ സീമ. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആഡംബര കാറുകളിലുള്ള യാത്രകളും ഹൈ സൊസൈറ്റി ജീവിതവുമാണ് ഇവരുടേത്. ഇതിനു മുൻപും തൃശൂരിലെ ചില ടൂറിസ്റ്റ് ഹോമുകൾ കേന്ദ്രീകരിച്ച അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഇവർ പിടിയിലായിട്ടുണ്ട്. പല പ്രമുഖരും മാനഹാനി ഭയന്ന് ലക്ഷങ്ങൾ നൽകി ഇത്തരം മാഫിയകൾക്ക് മുൻപിൽ കീഴടങ്ങാറാണ് പതിവ്. എന്നാൽ ബിജു കണ്ണൻ ആ വഴി തിരഞ്ഞെടുത്തില്ല. അപമാന ഭാരത്താൽ ഒളിച്ചോടുന്നതിന് പകരം അദ്ദേഹം ധൈര്യപൂർവ്വം പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അതിവേഗ നീക്കത്തിനൊടുവിലാണ് സീമയും കൂട്ടാളി ഷാലിനും വലയിലാകുന്നത്. ജയിലിലായ ശേഷവും ബിജു കണ്ണനെതിരെ വ്യാജ ബലാത്സംഗ കേസ് നൽകി പ്രതിരോധിക്കാൻ സീമ ശ്രമിച്ചെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസ് ആ നാടകവും പൊളിച്ചടുക്കി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധനയ്ക്ക് വരെ തയ്യാറാണെന്ന് ബിജു കണ്ണൻ വ്യക്തമാക്കിയതോടെ സീമയുടെ എല്ലാ തന്ത്രങ്ങളും പാറിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം പല പഴയ വിവാദങ്ങളിൽ നിന്നും ബിജു കണ്ണൻ തന്റെ ബിസിനസ് സാമ്രാജ്യം വീണ്ടെടുക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്തു. എന്നാൽ സീമ എന്ന ലേഡി മാഫിയയുടെ കഥ ഇന്നും എല്ലാവർക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ സൗഹൃദങ്ങളും ആഡംബരത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ചതിക്കുഴികളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. ജാഗ്രത കുറഞ്ഞാൽ ആരും ഇരകളാകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റുകളായി രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.